ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊറാട്ടയുടെ റെസിപ്പി പരിചയപ്പെടാം. ഈ ഒരു പൊറാട്ട എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഈ പൊറാട്ട ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല സൂപ്പറായിട്ട് തന്നെ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പൊറാട്ട തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീശി അടിക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ കട്ട് ചെയ്തിട്ടും ചെയ്യുന്നില്ല. വേറൊരു മെത്തേഡിലാണ് ഈ പൊറാട്ട ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെയറുള്ള നല്ല സോഫ്റ്റ് പൊറാട്ട എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. അതിൻ്റെ ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്തിട്ടൊന്നും പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കാണില്ല. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ പൊറാട്ട ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളിൽ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കണും കാണും, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പൊറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 കിലോക്ക് കണക്കായിട്ടുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂണുള്ള ടേബിൾ സ്പൂൺ, പിന്നെ 1 കപ്പോളം പാല്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ 1 കിലോക്കുള്ള അളവാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ഇപ്പോൾ 1 കിലോ കൂടുതലാണ് മൈദ എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുട്ടയും പാലും ഒക്കെ ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറവാണെങ്കിൽ 500 ആണെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചാൽ മതി. മുട്ട ഒന്ന് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിൽ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ലൂസിലായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1.5-2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഓയിൽ മുഴുവനായിട്ടും നമ്മളെ മാവിൽ കുഴച്ചതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തന്നെ അമർത്തിയിട്ട് 2 കൈ കൊണ്ടും ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. അപ്പോൾ ഈ കുഴക്കലിലാണ് നമ്മൾ പൊറാട്ടയുടെ സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് തന്നെ നമ്മൾ 2 കൈ കൊണ്ടും നന്നായിട്ട് അടിച്ചമർത്തി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ കുഴക്കുന്നതിൽ ഒരു മടിയും കാണിക്കരുത്, നല്ലോണം തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവരുത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതേപോലെ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ പകുതി ഡാൽഡയും അതേപോലെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ഉപയോഗിക്കണം പൊറോട്ടയ്ക്ക്. അപ്പോൾ ഇതാ നമ്മളിവിടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മൾ ഈ മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഓയിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ അടച്ച് വെക്കണം. അപ്പോൾ ഈ ഒരു സോഫ്റ്റിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളടുത്ത് തോർത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇവിടെ നന്നായി സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓരോരോ ബോളുകളാക്കിയിട്ട് തിരിക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു വലിയ പൊറോട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ബോളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പൊറോട്ട വെച്ചിട്ടാണ് ഓരോ ബോളൊന്ന് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ല വലിയ ബോൾ എടുത്തിട്ട് 2 പൊറോട്ട ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക, ചെറിയ പൊറോട്ട വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എല്ലാ മാവും കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാ മാവും തന്നെ ഇവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇലക്ക് മുകളിലോട്ടായിട്ട് വീണ്ടും ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ നല്ലവണ്ണം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മളെ പൊറാട്ടയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടില്ല. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബോളും നന്നായിട്ട് തന്നെ ഓയിലാക്കിയതിന് ശേഷമാണ് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. ഇനിയിപ്പോൾ ഇത് വീണ്ടും അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്.
അപ്പോൾ നേരത്തെ പോലെ അടച്ച് വെക്കുക ഒരു പാത്രം കൊണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ ടവൽ കൊണ്ടോ, നല്ല വൃത്തിയുള്ള നനഞ്ഞ ടവൽ കൊണ്ടോ അടച്ച് വെച്ച് 2 മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് 2 മണിക്കൂറിന് ശേഷം ഞാൻ ഇപ്പോൾ ഇതെടുത്തിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാ ഉരുളകളും നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ ഒരു ഉരുള വെച്ച് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ വീശാതെ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നമ്മളിത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഓയിലും ആക്കി കൊടുക്കണം, എന്നാലാണ് പെട്ടെന്ന് തന്നെ ഇതാക്കി കിട്ടുള്ളൂ. അതേപോലെ വലിയ പാടൊന്നുമില്ല, ഇത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് മാവുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പരത്തിയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ നല്ലവണ്ണം നല്ല നൈസിൽ നമ്മൾ വീശി അടിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ ഇത് കൈകൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പരത്തിയെടുക്കണം. നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ഭാഗം കാണുന്നത് വരെ ഇത് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. അതിന് ശേഷം ഒരു ഭാഗം മെല്ലെ പിടിച്ച് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെറിയ ചെറിയ ലെയറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെയൊന്ന് ഉരുട്ടി നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ടിലാക്കി എടുക്കുക. അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇത് സോഫ്റ്റ് മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതാക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആരും വലിയ ജോലിയാണെന്ന് നോക്കണ്ട, നല്ല പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കണം. അതേപോലെ ഇത് പരത്തുമ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓയിൽ ഒട്ടും തന്നെ പിശുക്ക് കാണിക്കരുത്. ഈ ഒരു അവസരത്തിൽ നല്ലവണ്ണം തന്നെ ഓയിൽ ഒഴിച്ചുകൊണ്ട് വേണം നമ്മളിത് ഇങ്ങനെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കീറിയാലും അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓയിലാക്കുക, ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ കഴിയും. അതേപോലെ ഒരറ്റം പിടിച്ച് വലിച്ചാണ് നമ്മൾ അതിൻ്റെ ആ ഫ്ലവർ പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ലെയറൊക്കെ നന്നായിട്ട് തന്നെ വരും. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുക ഫ്ലവർ പോലെ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് തന്നെ മുഴുവനായിട്ട് ഇതേപോലെ പരത്തിയിട്ട് ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പൊറോട്ട തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ 1 കിലോ മൈദക്ക് എനിക്കിവിടെ 12 പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഈ ഒരു സൈസിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഇതിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ബോൾ എടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കൈവെള്ളം വെച്ചിട്ട് കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളിതൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ ചപ്പാത്തി കോലൊക്കെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താലും മതി. അപ്പോൾ ഓയിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കന്നെ ഇത് നന്നായിട്ട് പരത്തി കിട്ടും. അപ്പോൾ ഇതാ പൊറോട്ട ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ലെയറൊക്കെ ശരിക്കും ഇതിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ കല്ലിലോട്ട് ഇതിട്ട് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ പൊറോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഓയിൽ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് മറിച്ചിടും. അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയുടെ മേൽഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗം നല്ല രീതിയിലൊന്ന് വെന്തിട്ട് കിട്ടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളു വേവില്ല, പുറം നന്നായിട്ട് കരിഞ്ഞും പോകും. അപ്പോൾ ഇതാ ഈ ലെയറൊക്കെ ഒന്ന് ചെറുതായിട്ട് തന്നെ വിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ 2 ഭാഗം ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം നമുക്ക് ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും. കൈ കൊണ്ട് ജസ്റ്റ് പരത്തിയെടുക്കുക. എന്നിട്ട് ചൂടായ കല്ലിലോട്ട് ഇട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു സമയം തന്നെയാണ് ഇതിനും വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ആ കുഴക്കുന്ന ആ ഒരു ടൈം മാത്രമാണ് നമുക്ക് ഇതിന്
കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെയുള്ള ഒരു 5 പൊറോട്ട ഇപ്പോൾ ആദ്യം തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമ്മൾ ചുടുന്തോറും ഇതൊന്ന് ചൂടുപാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊറോട്ട ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇതാ 5 പൊറോട്ട ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് അടിച്ചെടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് ഇതിൻ്റെ ലെയറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് പൊറോട്ടയും കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള പൊറോട്ടയാണ്, ആ സമയത്ത് തന്നെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും മറന്നു പോകാണ്ട് ചെയ്യണം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളെ പൊറോട്ട. നല്ല ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് ഈ പൊറോട്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഈ ഒരു മെത്തേഡിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പൊറോട്ടയാണെന്ന് ആരും പറയില്ല. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻ്റ് അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൊറോട്ടയും കൂടി ഇതേപോലെ ഒന്ന് ചുട്ടെടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോഫ്റ്റും അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പൊറോട്ട നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.